ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കുട്ടിക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുത്താൽ അവൻ എങ്ങനെ വളരുമോ അതുപോലെ കുട്ടി നല്ല ഭൗതികമായിട്ടുള്ള പോഷകം കൊടുത്ത്, മൂല്യബോധത്തിന്റെ പോഷകം കൊടുത്ത് വളർത്തണം. സാമൂഹ്യ ബോധത്തോടു കൂടി വളർത്തണം. ഈ സമൂഹത്തിൽ ജീവിക്കാൻ സജ്ജനാക്കണം. അല്ലാതെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടാനും ആരുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കാനും വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കരുത്. അങ്ങനെ ഒരു എലീറ്റിസം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരോടും അധികം ബന്ധപ്പെടാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരായി തീരുന്നവരാണ് വളരെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കുന്ന ഒരു ആശയധാരയുണ്ട്. ഭാഗ്യവശാൽ ഈ സ്കൂളിൽ മക്കളെ അയച്ചവരാരും അങ്ങനെ വിചാരിക്കുന്നവരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അയച്ചത് മാത്രവുമല്ല, ഈ സ്കൂളിൽ ചേർക്കാമെന്ന് വിചാരിച്ച് മക്കളെ ചേർക്കാമെന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്ന എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് എന്തെന്നില്ലാത്ത അവരെ അഭിനന്ദിക്കുവാൻ എനിക്ക് തോന്നുന്നു. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അവര് ഈ സമൂഹത്തിലെ ഭാഗമായി സമൂഹത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഒരു പൗരനായി ജീവിക്കും. അല്ലാതെ ശീതീകരിച്ച മുറികളിൽ ബാഹ്യലോകത്തിലെ ചൂടോ തണുപ്പോ ഒന്നും അറിയാതെ 24 ഡിഗ്രി സെൽഷ്യസില് ജീവിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും എപ്പോഴും 24 ഡിഗ്രി അല്ല, ചിലപ്പോൾ 5 ഡിഗ്രി മൈനസ് ആയിരിക്കും, ചിലപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളായി വളരണമെങ്കിൽ കുട്ടികൾക്ക് പോഷകം കൊടുക്കുന്നത് പോലെ ഒരുപാട് മൂല്യബോധം കൊടുക്കണം. ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്ന പറഞ്ഞുപോയ വലിയ വിഷയമാണ്. ഒറ്റ അഭ്യർത്ഥന എനിക്കുള്ളത്, കുട്ടി എന്ത് ചെയ്യുമ്പോഴും ചിലപ്പോൾ അവൻ കുസൃതി ചെയ്യും, വേണ്ടാത്ത കാര്യം ചെയ്യും, വീട്ടിൽ ഉപദ്രവം ഉണ്ടാക്കും, ശല്യം ഉണ്ടാക്കും, ഒക്കെ ചെയ്യും. അവൻ എന്ത് ചെയ്യട്ടെ, അവന്റെ നടപടി തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കാൻ ഒരു ടെസ്റ്റേ ഉള്ളൂ. ഇവന്റെ മനസ്സ് വികസിക്കുകയാണോ ചുരുങ്ങുകയാണോ? ഞാൻ അവനെ ഇങ്ങനെ ശാസിക്കുന്നത് കൊണ്ട് ഇവന്റെ മനസ്സ് വികസിക്കുമോ ചുരുങ്ങുമോ? കുട്ടിയുടെ മനസ്സ് വികസിപ്പിക്കുന്ന എല്ലാ നടപടിയും തെറ്റ്, കുട്ടിയുടെ മനസ്സിന്റെ ആകാശം വിസ്തൃതമാക്കുന്ന എല്ലാ നടപടിയും ശരി, വേറെ ഒരു ശരി തെറ്റുമില്ല. അത് സാമൂഹികമായിട്ടുള്ള വിശാലതയായാലും ശരി, നൈതികമായ കാര്യത്തിലായാലും ശരി, ഒക്കെ തന്നെ കുട്ടികളുടെ മനസ്സിനകത്ത് സങ്കുചിതമായ വിചാരങ്ങളല്ല, ഏറ്റവും ഉദാത്തമായിട്ടുള്ള വിചാരങ്ങൾ, മറ്റുള്ളവരെ പറ്റിയുള്ള പരിഗണന, ദയ, സ്നേഹം, മാനവികത, സങ്കുചിതമായിട്ടുള്ള ജാതി മത ചിന്തകൾ, ഇതൊന്നുമില്ലാതെ അവരുടെ മനസ്സിന്റെ ആകാശം വളരട്ടെ. അവരുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നിടാൻ നിങ്ങൾ സമ്മതിക്കണം. അല്ലാതെ അടച്ചു പൂട്ടിയിടരുത്. ഒരു കുട്ടിയുടെ വളർച്ച ശരിയാണോ തെറ്റാണോ എന്നറിയാൻ അത് മാത്രം മതി അവന്റെ മനസ്സ് വികസിക്കുകയാണ്. വികസിക്കാത്ത മനസ്സുമായി എത്ര വലിയ വിദ്യാഭ്യാസം നേടിയ ഒരുത്തൻ ഈ സമൂഹത്തിൽ ഇറങ്ങിയാലും അവൻ പിന്നെ ഗണശത്രുവാണ് എന്ന് ഞാൻ പറയും. കാരണം മനസ്സ് സംഭവിച്ചില്ല, മനസ്സിലാണ് കാര്യം. ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതൊന്നും കുട്ടിക്ക് വേണം. പക്ഷെ ഇതൊന്നും അല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത്. ജീവിതത്തിൽ പകർത്തുന്നത് എന്താണ്? മനസ്സിൽ കിടക്കുന്ന ആശയങ്ങളാണ്. അപ്പൊ നിരന്തരമായി നമ്മുടെ മക്കൾ ഉദാരന്മാരായി, വലിയ വലിയ ചിന്തകളുള്ളവരായി, നല്ല മനസ്സുള്ളവരായി, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നവരായി, ദുഃഖവും സങ്കടവും ഒക്കെ ഈ ലോകത്തുണ്ട് എന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരായി, മര്യാദയോടുകൂടി പെരുമാറുന്നവർ. മര്യാദ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിയുള്ള പരിഗണനയാണ് മര്യാദ, വേറൊന്നുമല്ല. അങ്ങനെയുള്ളവരായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ക്ലാസ് മുറിയിലും വീടുകളിലും ഒരൊറ്റ ചിന്ത മതി, എന്റെ കുഞ്ഞിന്റെ മനസ്സ് ചുരുങ്ങുകയാണോ വളരുക. കുഞ്ഞിന്റെ മനസ്സ് വളരുന്നതെല്ലാം നല്ലത്. കുഞ്ഞിന്റെ മനസ്സ് ചുരുങ്ങുന്ന ഒരാശയം അവന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എടുത്ത് വെളിയിൽ കളഞ്ഞ് അവനെ സംരക്ഷിക്കേണ്ട ചുമതലയും നമുക്ക്. അതുകൊണ്ട് പേരന്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ തെറ്റായിട്ടുള്ള ആശയങ്ങൾ ചിലപ്പോൾ ധരിച്ചിട്ടുണ്ടാവും. അത് കുട്ടിക്ക് ദയവ് ചെയ്ത് ആ വിഷം കൊടുക്കരുത്. നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ള തെറ്റായ ആശയങ്ങളുടെ കൈവിഷം കുട്ടിക്ക് കൊടുക്കരുത്. കുട്ടി സ്വയം തീരുമാനിക്കട്ടെ. തീരുമാനിക്കാനുള്ള വിവേചന ശേഷി ഈ കുട്ടിക്കുണ്ടാക്കി കൊടുക്കും. അതിനെന്ത് വേണം? അപ്പൊ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോ വ്യത്യസ്തമായ ഒരു ആശയം പറയുന്ന കുട്ടിയെ ശാസിക്കുകയല്ല, എന്താണ് ആശയമെന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ തെറ്റും ശരിയും ഉൾക്കൊള്ളാനുള്ള കഴിവ് കുട്ടിക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് ജീവിതത്തിന്റെ തെരുവിലൂടെ, ഈ രാജപാതയിലൂടെ അവൻ തല ഉയർത്തി നടക്കും ധൈര്യമായി. വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണമല്ലോ. പക്ഷെ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അവൻ തീരുമാനിക്കട്ടെ. അല്ലാതെ അധ്യാപകരും രക്ഷിതാവും കൂടെ നിന്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കരുത്. അവൻ സ്വയം തീരുമാനിക്കും. ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാല്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്, കേരളത്തില്
ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ. ഞാൻ പറയും നീ കേൾക്കും, മനസ്സിലായി, അച്ഛൻ പറയും നീ അനുസരിക്കും എന്നുള്ളൊരു ശീലം എപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ അധികം മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അതുണ്ട്. കുട്ടിക്ക് പേഴ്സണാലിറ്റി ഉണ്ടോ? ഓരോ കുട്ടിക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് 7 വയസ്സ് 6 വയസ്സ് 5 വയസ്സ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ എന്താണ് 12 വയസ്സോ 13 വയസ്സോ ഉള്ളൂ. ഈ പ്രായത്തിലുള്ള LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും ഒരു വ്യക്തിത്വമുണ്ട് എന്ന് അധ്യാപകരും രക്ഷിതാക്കളും മനസ്സിലാക്കി. ഹി ഓർ ഷീ ഹാസ് എ പേഴ്സണാലിറ്റി. വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവൻ അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ അഭിപ്രായം തെറ്റായിരിക്കും, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അവൻ അങ്ങനെ വ്യത്യസ്തനായിരിക്കാൻ ഉള്ള അവകാശമുണ്ട് എന്നും അവന്റെ വ്യക്തിത്വം വികസിച്ച് വരണമെന്നും നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ പണ്ട് ജിബ്രാൻ എന്ന് പറയുന്ന കവി പറഞ്ഞതുപോലെ അവന് നമ്മളെപ്പോലെ ആകുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയെപ്പോലെ ആവാം, പക്ഷെ കുട്ടിയെ നമ്മളെപ്പോലെ അതാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞത്, ബി ലൈക്ക് ചിൽഡ്രൻ. അത് വേറൊരു കാര്യം. നിനക്ക് വേണമെങ്കിൽ കുട്ടിയെ പോലെ ആകാം, പക്ഷെ കുട്ടിയെ നമ്മളെപ്പോലെ ആക്കരുത്. നമ്മളെപ്പോലെ ആക്കുന്ന പ്രക്രിയയാണ് ഇന്ന് പലയിടത്തും നടക്കുന്നത്. അതിന് ഈ കോട്ടൺ ഹിൽ LP സ്കൂളിന്റെ വിദ്യാഭ്യാസ സംസ്കാരം ഒരു വ്യത്യസ്തത പുലർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടൊന്നും അല്ല അവർ പ്രയോഗിക്കുന്നത്. കാരണം അറിവ് മാറിക്കൊണ്ടിരിക്കും. ഇവർ ജീവിക്കാൻ പോകുന്ന 21ാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് 2040-50 ആണല്ലോ ഇവരും മിടുക്കന്മാരുമായിട്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അന്നത്തെ ലോകം ഇതൊന്നുമായിരിക്കുകയില്ല. ലോകം എങ്ങനെയും മാറിക്കൊള്ളട്ടെ, ആ മാറ്റത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി, വിഭവശേഷിയോടുകൂടി, അതിന്റെ വ്യക്തിത്വത്തോടുകൂടി ഈ മക്കളെ ധീരന്മാരായിട്ടും ധീരകളായിട്ടും മുമ്പോട്ട് പോകട്ടെ. അതിന് അവരുടെ മനസ്സിന്റെ വികാസത്തെ, അവരുടെ വ്യക്തിത്വ വികാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തനായിരിക്കാൻ ഒരു കുട്ടിക്ക് അവകാശമുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ വിദ്യാലയം മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസം എനിക്ക് വളരെ പ്രിയപ്പെട്ട വിഷയമായി ദീർഘമായി സംസാരിച്ചു പോകുമോ എന്ന് ഞാൻ സ്വയം ആശങ്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ വെച്ച് ഈ പ്രഭാഷണം അവസാനിപ്പിച്ച് ഇന്നിവിടെ ഈ ഇവിടെ ഈ സ്കൂളിൽ ചേരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നു ഈ മക്കൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട്, ഇവിടുത്തെ അധ്യാപകർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ മക്കള് ഭാരതം അഭിമാനിക്കുന്ന മക്കളായി തീരട്ടെ എന്ന് എല്ലാ രക്ഷിതാക്കൾക്കും തോന്നട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഹാർദമായി ഞാൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ബഹുമാനപ്പെട്ട സാറ് കുഞ്ഞുങ്ങളെ കിരീടമണിയിക്കുകയും അവർക്ക് ഈ Devo. അങ്ങോട്ട് വേണ്ടിട്ട് അവിടെ ലഡു കിട്ടും, അവിടെ തല വെച്ചോ. അവിടെ കുഞ്ഞു ലഡു വാങ്ങി
എല്ലാവർക്കും